അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന രൂപത്തിൽ ധാരാളം അമലുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവുമാണ് പൂർണ്ണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്യുക, കുറവുകളില്ലാതെ, ന്യൂനതകളില്ലാതെ. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരാണെങ്കിലും സാമ്പത്തികം ഉള്ളവരാണെങ്കിലും പരിശുദ്ധ ഹറമിൽ പോയി ഹജ്ജ് ചെയ്യണം, അനുബന്ധമായ കർമ്മങ്ങളോടെ ഉംറ നിർവഹിക്കണം എന്ന ഒരു ആഗ്രഹം മനുഷ്യ സഹജമാണ്, ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളോടൊപ്പം ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റുന്ന ചില കർമ്മങ്ങൾ ആദരവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ സ്വല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശ്-ശംസു സുമ്മ സ്വല്ലാ റകഅതൈനി കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ. മൻ സ്വല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ, ഒരാൾ ജമാഅത്തായി സുബ്ഹി നമസ്കാരം നിർവഹിച്ചതിനു ശേഷം സുമ്മ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശ്-ശംസു, സൂര്യൻ ഉദിക്കുവോളം, ഉദയം നടക്കുവോളം അവൻ ദിക്ർ ചെയ്തുകൊണ്ടിരുന്നു. സുബ്ഹി നമസ്കരിച്ച സ്ഥലത്ത് അവൻ അള്ളാഹുവിന് അറിയാവുന്ന ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഇരിക്കുകയും സുമ്മ സ്വല്ലാ റകഅതൈനി, ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഉദയശേഷം അവൻ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു. ആ സുന്നത്ത് നമസ്കാരത്തിന്റെ പേര് ഇഷ്റാഖ് നമസ്കാരം എന്നാണ്. ഉദയനേരം നമസ്കാരം പാടില്ല എന്നാണ്. ഉദയം നടന്നതിനു ശേഷം ഒരു 10 മിനിറ്റിനു ശേഷം ഒരാൾ എഴുന്നേറ്റ് ഇഷ്റാഖിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു. സാധാരണ നമസ്കരിക്കുന്നത് പോലെ തന്നെ ഇഷ്റാഖ് എന്ന സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി സാധാരണ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നത് പോലെ അവൻ നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലോകത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ. പൂർണ്ണമായ, പരിപൂർണമായ, സ്വീകാര്യപ്രദമായൊരു ഹജ്ജും ഉംറയും അവൻ നിർവഹിച്ചിരിക്കുന്നു, അതിനോളം പോകുന്ന പ്രതിഫലം അള്ളാഹു അവന് നൽകുമെന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ഈ നന്മ ചെയ്യുകയാണെങ്കിൽ നാം ഒന്ന് ആലോചിച്ചു നോക്കൂ, പരിശുദ്ധ റമദാനിന്റെ പകലിൽ ഹജ്ജ് ചെയ്ത പുണ്യവുമായി നമുക്ക് നടക്കാം, ഉംറ ചെയ്ത പുണ്യവുമായി നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി കിട്ടുന്ന മറ്റൊരു നന്മയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് വിശ്രമശേഷം ഉറങ്ങാൻ പോകുമ്പോൾ വുദൂഓടുകൂടി കിടന്നാൽ ആ രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലി ലഭിക്കും. ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, ആയിഷ, നീ ഉറങ്ങുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യണം. ആദരവായ പ്രവാചകരോട് ആശങ്കയോടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഈ പാതിരാവിൽ ഞാൻ എങ്ങനെയാണ് ഹജ്ജും ഉംറയും ചെയ്യാൻ കഴിയുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, അതിനുവേണ്ടി നീ ഹറമിലേക്ക് പോവേണ്ടതില്ല. ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു ദിക്ർ ചൊല്ലി രാത്രിയിൽ ഉറങ്ങാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശം നൽകി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ നീ ആവർത്തിക്കുകയും അത് പറയുകയും ചെയ്തതിനു ശേഷമാണ് ഉറങ്ങുന്നതെങ്കിൽ ആ രാത്രിയിൽ നീ ഹജ്ജും ഉംറയും ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാത്രി നമുക്ക് ഉറങ്ങി എഴുന്നേൽക്കാൻ അള്ളാഹു ആയുസ് നൽകുകയാണെങ്കിൽ ഒരു ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത വ്യക്തിയെ പോലെ നമുക്ക് പ്രഭാതത്തിൽ നോമ്പനുഷ്ഠിക്കാൻ കഴിയും. പ്രഭാതത്തിന് മുമ്പ് മരണം നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഹജ്ജ് ചെയ്ത വ്യക്തിയായി ഉംറ ചെയ്ത പ്രതിഫലത്തോടുകൂടി നമുക്ക് മരിക്കുവാനും സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൽ ഇത്തരം അറിവുകൾ ഈ ചാനലിനോടൊപ്പം പിന്തുടർന്ന പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികൾ, സ്നേഹിതന്മാർ, സഹായികൾ, ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അളവറ്റ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട മുൻഗാമികൾ, സച്ചരിതരായ സ്വാലിഹീങ്ങളുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.